പൊന്നീസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചമ്മന്തി ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. പച്ചമാങ്ങ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഇതിന് ചെറിയ കരിമ്പഴുപ്പുള്ള മാങ്ങ എടുക്കുക കേട്ടോ ഏറ്റവും നല്ലത്. ഈ ഒരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കരിമ്പഴുപ്പുള്ള മാങ്ങ ചെറിയ പീസസ് ആയിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിൽ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതും കൂടി മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അതാ ഈ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ട് ഞാൻ ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതൊക്കെ ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 സ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ മുളക് ഫ്രൈ ചെയ്തെടുത്തില്ലേ, ആ ഒരു വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. വേറെ സെപ്പറേറ്റ് വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വെളിച്ചെണ്ണ മാത്രം മതി. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് എല്ലായിടത്തും മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.